എന്തിനാണ് മക്കളെ പണിക്കുന്നത്, നീല നില നിങ്ങൾക്ക് വെക്കാൻ പോയപോലെ. സോഷ്യൽ മീഡിയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നതാണ് ഇൻഫ്ലുവൻസേഴ്സ് ആണത്. അവർ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നല്ല, പക്ക ഫ്രോഡ്. ഇവരൊന്നും ചെയ്യുന്ന ഈ നന്മകൾ നിങ്ങൾ കാണാതെ പോകരുത്. ഒരു സർബത്ത് കുടിക്കാൻ പോയാലും 15 രൂപേൻ്റെ പകരം 1500 എടുത്ത് കൊടുക്കും. റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവർക്കൊക്കെ 2000, 3000, 10,000 ഒക്കെ ഇട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ബെറ്റിംഗ് ആപ്സിനെ കുറിച്ചിട്ടാണ്. ഈ ബെറ്റിംഗ് ആപ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ അക്കൗണ്ട്സ് ഉണ്ട്. MDMA-നെക്കാളും ലഹരിയുള്ള സംഭവമാണ് ഈ പൈസ. ഇത് തന്നെയാണ് അവരെ ക്യാച്ചും ചെയ്യുന്ന എല്ലാവർക്കും ഹ്യൂജ് എമൗണ്ട് റെമ്യൂണറേഷനും അത് കൂടാതെ ഇവരെ പ്രൊമോ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇവർക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പക്ക അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു പണിയില്ല. കാരണം ഈ ഒരു ബെറ്റിംഗ് ആപ്സിൻ്റെ ക്ലൈമാക്സ് എവിടെ എത്തുക എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഈ പുതുതലമുറയും ഇതിൽ ഏജ് ഗ്രൂപ്പ് ഒന്നും കേട്ടോ. ഇപ്പം പറഞ്ഞ തന്തവൈബുള്ളവരായിക്കോട്ടെ, ന്യൂജൻ ആയിക്കോട്ടെ, എല്ലാവരും ഇതിൽ പോയി പെടുന്നുണ്ട്. കാരണം പൈസ എന്ന് പറഞ്ഞാൽ MDMA-നെക്കാളും ലഹരിയുള്ള സംഭവമാണ്. വിട്ടിട്ട് തിരിച്ചും കൂടി ഡബിൾ കിട്ടാമെന്ന് കാണുമ്പം പിന്നെ കടം വാങ്ങിയിട്ടും പലിശയൊക്കെ എടുത്തിട്ടൊക്കെ കളിക്കാറുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്നവരോ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അവർ പറയുന്നത് ശരിയായിരിക്കുമല്ലോ. ഈ വിശ്വാസത്തിൽ കണ്ണും കൂട്ടിയിട്ട് ആളുകൾ ഇവർക്കൊക്കെ പിരമിഡ് സ്കീം, അതായത് നമ്മൾ മണി ചെയിനൊക്കെ പോലെ ഓരോരുത്തർ ചേർക്കുന്നതിന് ഇവരെ പ്രൊമോ കോഡൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ പൈസ ഇടുന്നതിന് ഇവർക്ക് ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഇപ്പം കേരള ഗവൺമെൻറ് കണ്ടറിഞ്ഞിട്ട് കുറേ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നടപടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പണികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കുക.